വമ്പൻ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. എന്താ പറയാ, മാറുന്നോ? അപ്പൊ ഈ പ്ലേസ് നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെയായിരുന്നു ഇട്ടിരിക്കുന്നത്. ആഫ്റ്റർ നമ്മുടെ മേക്ക് ഓവർ ഇതാ ഇങ്ങനെയായിട്ടോ ഈ സ്ഥലം. അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ കുറച്ചൊരു ഡെക്കറേഷൻ പരിപാടികളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആക്ച്വലി നമ്മുടെ ബാൽക്കണിയിൽ പൊടി പിടിച്ച് കിടന്ന ഒരു ഷൂറാക്കാട്ടോ. അപ്പൊ ആ ഷൂറാക്കിനെ എടുത്ത് ഇവിടെ വെച്ചാൽ കുറച്ച് ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ആ ഷൂറാക്കിനെ അത്യാവശ്യം പൊടിയൊക്കെ ബാൽക്കണിയിൽ നിന്ന് തട്ടിയെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടോ. ഇനി ഇത് ക്ലീൻ ആക്കി ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പൊ അതിന്റെ പുറമെ തന്നെ ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കുപ്പികൾ വെച്ചിട്ട്. അപ്പൊ അതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ വേഗം ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കി കുറച്ചൊരു വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഒരു പോളിഷ് ലുക്ക് ഒക്കെ കൊടുക്കാനാണ് പ്ലാൻ കേട്ടോ. എങ്ങനെയാ വരുന്ന അറിയില്ല. പക്ഷെ ഇവിടെ വെച്ച് നോക്കിയപ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇത് എംറ്റി ആയിട്ട് ഈ സൈഡ് എംറ്റി ആയിട്ട് കിടക്കുന്നതിനേക്കാളും വേഗം ഇങ്ങനെ ഇതും കൂടി വെക്കുമ്പോഴത്തേക്കും പിന്നെ മുകളിൽ കുറച്ച് കുപ്പികളും അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ വരുമ്പോഴത്തേക്കും നല്ലതായിരിക്കുന്നതാണ് ഒരു ഇത് കേട്ടോ. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാന്ന്. ഞാൻ എന്താ പോളിഷ് ചെയ്തെടുക്കാൻ ജസ്റ്റ് ഒരു ടിഷ്യൂ എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ എടുത്തു കേട്ടോ. വെളിച്ചെണ്ണ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. അതാണ് ഞാൻ എൻ്റെ പോളിഷ് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഈ ഡോറ് ഞാൻ പോളിഷ് ചെയ്തു, ഈ ഡോറ് പോളിഷ് ചെയ്തില്ല. എനിക്ക് എന്തെങ്കിലും ഡിഫറൻസ് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ വുഡ് ഫർണിച്ചർ ഇങ്ങനത്തെ ഇതൊക്കെ പെട്ടെന്ന് പോളിഷ് ചെയ്യാൻ സുഖം കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ. അപ്പം കുറച്ചൊരു ഷൈനിങ്ങിൽ കുറച്ച് നാളത്തേക്ക് കുറച്ച് ദിവസത്തേക്കെങ്കിലും കിട്ടും. വീണ്ടും അത് ആഴ്ചയിലൊന്ന് റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തൊന്ന് ട്രൈ ചെയ്യാം. അപ്പം നല്ല വൃത്തിയിൽ ഇരിക്കുമല്ലോ. അപ്പം ഞാനിതൊന്ന് ഫുള്ള് ഒന്ന് പോളിഷ് ചെയ്തെടുക്കട്ടെ. ഉള്ളിൽ അങ്ങനെ കാര്യമായിട്ട് പോളിഷ് ചെയ്യുന്നില്ല. അപ്പം ഇതാട്ടോ ഷൂറാക്കി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ഇതാട്ടോ. കാണാൻ നല്ല രസമില്ലേ? ഇങ്ങനെയാണിത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ ഷൂറാക്കുമല്ലോ. ഉള്ളിൽ ഷൂസും ചെരുപ്പും തന്നെയാണ് വെക്കാൻ പോകുന്നത്. പുറത്ത് വയ്ക്കുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. ഉള്ളിലാകുമ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ഇരുന്നോളൂല്ലോ. അപ്പോൾ അതും കൂടി കേട്ടോ റീസൺ മെയിനായിട്ട് ഇത് ഉള്ളിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. നമ്മളുടെ ടേബിൾ അങ്ങനെ അവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഡെക്കറേഷൻ നോക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കുപ്പി എടുക്കാം കേട്ടോ. ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മതി, അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ആണെന്ന് എനിക്ക് ഒന്നുകൂടെ ബെറ്റർ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചാക്കുന്നൂലില്ലേ, ഇങ്ങനെ നമുക്ക് ചാക്കുന്നൂല് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഇത് ആക്ച്വലി ക്ലിൻറ്റിൻ്റെ പപ്പയുടെ അനിയൻ നാട്ടിപ്പോയപ്പോൾ തന്ന കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത മോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് പണ്ട് മുതൽ ഇങ്ങനെ ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ത്വര എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കുപ്പി എടുക്കുക, ചാക്കുന്നൂല് എടുക്കുക, പിന്നെ ഗ്ലൂ ഗൺ എടുക്കുക. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ആയാലും ഒട്ടിക്കാൻ പറ്റുമായിരിക്കും. ഗ്ലൂ ഗൺ എന്തിനാന്ന് വെച്ചാൽ കുറച്ചും കൂടി പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അതുകൊണ്ടാണ് ഗ്ലൂ ഗൺ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതെടുത്തിട്ട് ഇനി നമുക്ക് ഈ ചാക്കുന്നൂല് ഇങ്ങനെ ചുറ്റും ഈ കുപ്പീൻ്റെ ചുറ്റും ഒട്ടിച്ചെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ നിങ്ങളെ എന്താ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ, നിങ്ങളെ കാണിക്കുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പം എനിക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയെന്നൊക്കെ തോന്നുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്, എന്നാലും അത് സാരമില്ല. ചാക്കുന്നൂലിൻ്റെ എല്ലാം ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു എൻ്റെ തിക്നെസ്സിലല്ലല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഇതെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് പിന്നെ കളേർഡ് ആയിട്ടുള്ള വയറൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ കുറേ എൻഹാൻസ്മെൻറ്റ് ചെയ്യാൻ പറ്റും, കളറുള്ളത് ചെയ്യാം. പിന്നെ ഇതിൽ കൂടുതൽ എക്സ്ട്രാ ഡെക്കറേഷൻസ് നിങ്ങൾക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അല്ല റിബണോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഫോട്ടോസ് വെക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചില്ല. തൽക്കാലം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ബേസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിന് മുകളിൽ ചിലപ്പോൾ ഞാൻ ഫോട്ടോ ഒട്ടിക്കും. ഇവിടെ ഉണ്ടോ എന്ന് തപ്പി നോക്കണം, അല്ലെങ്കിൽ ഫോട്ടോ ഒട്ടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെൽസൊക്കെ കിട്ടിയല്ലോ, എന്താണ് പിസ്തേൻ്റെ ഷെല്ലൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ചെയ്തതെന്ന് കേട്ടോ. കുപ്പിയായിട്ടോ ഉണ്ടാക്കിയത്. അതായത് നമ്മുടെ ഗ്ലൂ തീർന്നു പോയി. അപ്പോൾ ഇനി വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ
2 കുപ്പി ഇങ്ങനത്തെ സെയിം 2 ബോട്ടിൽസും കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് നെക്സ്റ്റ് ഗ്ലൂ വാങ്ങിച്ചിട്ട് ഇനി അതും കൂടി ഫിനിഷ് ചെയ്യാം. അപ്പോൾ തൽക്കാലം 2 കുപ്പി. ഈ 2 കുപ്പിയാണ് ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഷൂ റാക്കിൻ്റെ മുകളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്ലെയിൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്. വേറെ ഒരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എനിക്ക് മണി പ്ലാന്റും കൂടി വളർത്തണം. മണി പ്ലാന്റ് ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അപ്പം അതിനി വേര് പിടിപ്പിച്ചെടുക്കണം, എന്നിട്ട് വെള്ളത്തിൽ ഇട്ടാൽ പിടിക്കുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പം ഇനി വേര് പിടിപ്പിച്ചതിന് ശേഷം ഞാനിതിൽ മണി പ്ലാന്റും കൂടി വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ പ്ലെയിൻ ആയി വെക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ വെക്കുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറേ പഴയ ഫോട്ടോസൊക്കെ തപ്പിയെടുത്ത് ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു ആൽബം ഞങ്ങൾ പണ്ട് അടിച്ചതാട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് ക്ലിൻ്റെ എടുത്ത ഫോട്ടോ തന്നെയാണ് കേട്ടോ. പണ്ടത്തെ ഇത് കവറിൽ കാണുന്നത് ഇത് ലാൽബാഗിൽ പോയിട്ട് എടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ അതിനുശേഷം ഇതൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് ക്യാമറ ഉണ്ടായിരുന്നപ്പോൾ കുറേ എടുത്ത ഫോട്ടോസാണ് ഇതിനകത്ത് ഫുള്ള് പ്രിൻറ്റ് ചെയ്യുക. അതിങ്ങനെ ആൽബമൊക്കെ അടിക്കാൻ നേരത്തെ പേജസ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി അങ്ങനെ എടുത്തൊരു ഇതായിരുന്നു ഇത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ ചുമ്മാ ഇതാ ലാൽബാഗിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നില്ലേ ഇത് അല്ലേ? ലാൽബാഗിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ, ചെറിയ ഫോട്ടോസ്. ഇത് ക്ലിൻഡ്, ഇത് മനു ക്ലിൻറ്റിൻ്റെ അനിയനാണ്. പിന്നെ ഇത് ക്ലിൻഡ്, അങ്ങനെ ഇതാ ക്ലിൻറ്റിൻ്റെ പഴയ പോലെയൊക്കെ കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇതാ ക്ലിൻഡ്, അങ്ങനത്തെ കുറച്ച് ചെറിയ ഫോട്ടോസ് ഇട്ടാ. വേറെ കുറച്ച് ആൾക്കാരുടെയും കൂടി ഫോട്ടോസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ സാമ്പിളിൽ ഇങ്ങനെ അടിച്ചെടുത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ, ഈ ഒരു ഫോട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ എൻ്റെ ഒരു ഫോട്ടോ, നമ്മുടെ 2 പേരുടെ ഫോട്ടോ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഇവിടെ വെച്ചിട്ട് ഒട്ടിക്കാം. നിങ്ങൾക്ക് ഇനി സമയം ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം പ്ലെയിൻ ആക്കിയിട്ടിട്ട് ചുറ്റാട്ടോ. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തത്. ഇതിന് മുകളിലേക്ക്, അല്ലെങ്കിൽ ഇത് ഫോട്ടോ സ്റ്റാക്ക് ചെയ്ത് വെച്ച മാതിരി അങ്ങനെ ചെയ്യുവാണെങ്കിൽ, കുറച്ച് നല്ല സമയം എടുത്ത് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു സെയിം ഷേപ്പിൽ ഇവിടെ ഞാൻ ഫോട്ടോ ഒട്ടിക്കാൻ പോവാം കേട്ടോ. ഫൈനൽ ലുക്ക് ഇതാട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒട്ടിച്ചു. ഇത് ക്ലിൻറ്റിൻ്റെ പഴയൊരു ഫോട്ടോ കേട്ടോ. എനിക്കൊന്നൊരു 5 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇതിലൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാനുണ്ട്. സെയിം എൻ്റെ ഒരു ഫോട്ടോയും മറ്റേ കുപ്പിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുപ്പീൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടമായിട്ടോ. ഇഷ്ടമായില്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ കണ്ടിട്ട്. ഇത് നമുക്ക് ഷൂ റാക്കിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് നോക്കാം. തൽക്കാലം 2 കുപ്പിയിലിട്ടു. 2 കുപ്പി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന് മുകളിൽ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ വെക്കാം. അപ്പം ഇതാണ് കേട്ടോ, ഫൈനൽ അല്ല. ഇതാണ് ഇപ്പൊ ചെയ്തൊരു മേക്ക് ഓവർ ഇതാണ്. അപ്പൊ ഇനി കൂടുതൽ അഡീഷൻസ് ഒക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ സാധാരണ പ്ലെയിൻ കുപ്പി ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, അപ്പൊ ആ LED ലൈറ്റ്സ് ഒക്കെ വെക്കണം. പിന്നെ ഇത് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് പണ്ട് ഉണ്ടാക്കിയൊരു ട്രീ ആട്ടോ, ഫോട്ടോ ട്രീ ആണ്. അതിന്റെ വീഡിയോ ചാനലിലുണ്ട്. ആർക്കെങ്കിലും ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോയി കണ്ടു നോക്കാം. അപ്പം ഇനി ഇതിൽ വമ്പൻ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് നമ്മൾ ഷൂവും ചെരുപ്പൊക്കെ വെക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ഒരു തോന്നിയൊരു എന്താ പറയുക, ഒരു ഐഡിയ ആണ് ഇത്. ഷൂ റാക്കല്ല, ഇതിന് പകരം അത് എന്താ പറയാ, മിനി ബാർ മാറുന്നോ ഇടുവോ? അപ്പൊ ഷൂ റാക്കൊക്കെ പോയിട്ട് പെട്ടെന്ന് ഒരു മിനി റാക്ക് ബാറല്ലേ, മിനി ബാറായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കണ്ടാൽ തുറന്നൊന്നും കാണിക്കുന്നില്ല. അപ്പൊ ഇതിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ മിനി ബാർ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഷൂ കൊണ്ടുവെക്കാൻ വേറെ ഒരു സ്ഥലമൊക്കെ തപ്പി കണ്ടുപിടിക്കണം. അപ്പൊ അത് ക്ലിൻറ്റിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ ഷൂ ഒക്കെ അടിച്ചു മാറ്റി. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി എടുത്തു. എങ്ങനെയുണ്ട്? നല്ല രസമില്ല? ഇങ്ങനെ കാണാനും ഒരു ഭംഗിയുണ്ട്. ഇനി കുറച്ച് ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ അതിലും ഭംഗിയായിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പൊ ഇതുപോലത്തെ ഷൂറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. മിനി ബാർ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയും
അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പൊടി പിടിച്ചൊക്കെ എന്തെങ്കിലും ഒരു പെട്ടിയൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നല്ല മേക്ക് ഓവർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഒഴിഞ്ഞൊരു സ്പേസിൽ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ഓൺ ബ്യൂട്ടി ആയിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ചാനലിൽ കാണുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാവണം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും മാത്രം ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റൊക്കെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ്. അപ്പം ഞാൻ കമൻറ്റ് ചെയ്യാനൊക്കെ പറയാറുണ്ട്, പക്ഷെ പലരും അങ്ങനെ ചെയ്യാറില്ല. എനിക്കും അറിയാം ചിലരൊക്കെ മിക്കവാറും ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടുപോകുന്നവരായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ, വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലോട്ട് കാണാം. അതുവരെ ടാറ്റാ.